ഹായ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇതിനെയാണ് ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആളുകളിലാണെങ്കിൽ ഇത് ഉയർന്നു നിൽക്കുന്ന ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ താഴുകയും ചെയ്യും. ഇതിന് കാരണമാവുന്നത് ഇൻസുലിൻ എന്നുള്ള ഒരു ഹോർമോണാണ്. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറവായതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് ഷുഗർ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ അത് റെറ്റിനയ്ക്ക്, കണ്ണിന് കേടാണ്, കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് കേടാണ്, അതുപോലെ നെർവ്സിന് കേടാണ്, മസിൽസിന് കേടാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിനെ ഓവറോളായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ്. അൽഷൈമേഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുക എന്നുള്ളത് നല്ലതല്ലാത്ത കാര്യമാണ്. ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ചില ചെറിയ ചെറിയ ഹാക്സ് അല്ലെങ്കിൽ പൊടിക്കൈകൾ, അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഗ്ലൂക്കോസ് ഹാക്സ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു മധുരമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. അത് ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ ഷുഗർ ഉള്ളവരിലാണെങ്കിലും ഇല്ലാത്തവരിലാണെങ്കിലും ഇന്ന് പലരും ഹെൽത്തി ആണ് എന്ന് വിചാരിച്ചിട്ട് പലതരത്തിലുള്ള സ്മൂത്തീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതായത് ഓട്സ് സ്മൂത്തി കഴിക്കാറുണ്ട്, പലതരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ സ്മൂത്തി ആക്കിയിട്ട് കഴിക്കാറുണ്ട്. ഇത് അരച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. ഈവൺ ഓട്സ് ആണെങ്കിലും എന്താണെങ്കിൽ തന്നെയും അത് പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു ഹൈ ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുകയും ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൽ ധാരാളമായിട്ട് പ്രോട്ടീനും ഫൈബറും ഉൾപ്പെടുത്തുക. ഇപ്പോൾ ചെറുപയർ, കടല, മുതിര പോലെയുള്ള പയർവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം. അതിൻ്റെയൊക്കെ ഉപ്പേരി പോലെ കഴിക്കാം. വെജിറ്റബിൾസ് ധാരാളം ചേർത്തിട്ടുള്ള ഓംലെറ്റ് കഴിക്കാം. അതല്ലെങ്കിൽ പച്ചക്കറികളും പരിപ്പും ഒക്കെ ചേർത്ത് സൂപ്പ്, ഇതൊക്കെ കഴിക്കാം. ഇങ്ങനെയുള്ളൊരു ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്നുള്ളൊരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു ഹാക്കാണ് വിനിഗർ ഉപയോഗിക്കുക എന്നുള്ളത്. ആപ്പിൾ സൈഡർ വിനിഗർ, അതിലാണ് ഏറ്റവും അധികം സ്റ്റഡീസ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സിന്തറ്റിക് ആയിട്ടുള്ള വിനിഗർ അല്ല. ആപ്പിൾ സൈഡർ വിനിഗർ എന്നുള്ളതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. അതിൽ കുറച്ച് പ്രോബയോട്ടിക്സ് ഉണ്ട്, അതുപോലെ ഫിനോളിക് കോമ്പൗണ്ട്സ് ഉണ്ട്, പോളിഫിനോൾസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ബെനിഫിഷ്യലാണ്. എന്നാൽ ഡയബറ്റിസ് ഉള്ളവർക്ക് ആപ്പിൾ സൈഡർ വിനിഗർ എന്നുള്ളത് വളരെ വളരെ ബെനിഫിഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനിഗർ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു ഗ്ലാസ്സിൽ കുറച്ച് ഒരു 250 ml ഒക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കഴിക്കുക. ഒരു ഗ്ലാസ് ആപ്പിൾ സൈഡർ വിനിഗർ കഴിച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്നുള്ള ആ ഗ്ലൂക്കോസ് സ്പൈക്കിനെ തടയും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ സൈഡർ വിനിഗറിൽ അസറ്റേറ്റ് എന്നുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഏത് വിനിഗറിലും അസറ്റേറ്റ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ സൈഡർ വിനിഗർ എന്ന് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിലാണ് പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ധാരാളമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് മുമ്പ് ആപ്പിൾ സൈഡർ വിനിഗർ കഴിക്കുക എന്നുള്ളത് അതിന് ശേഷമുള്ള ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു ഹാക്കാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റ് ഓർഡറിൽ കഴിക്കുക എന്നുള്ളത്. അതായത് ഏറ്റവും ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പച്ചക്കറികൾ കഴിക്കുക. പച്ചക്കറികളായിട്ടുള്ള ഇത് കഴിക്കുക. അതായത് നമ്മളിപ്പോൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ഉപ്പേരിയും കൂട്ടാനും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം കഴിക്കുന്നത് ചിലപ്പോൾ ചോറായിരിക്കും. അങ്ങനെ കഴിക്കാതെ ആദ്യം തന്നെ കുറച്ച് സാലഡോ അല്ലെങ്കിൽ ഉപ്പേരിയോ എന്തെങ്കിലും ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയുള്ള ഇതുകൊണ്ടുണ്ടാക്കിയ ഉപ്പേരികളാവാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് ആവാം. അതെന്തെങ്കിലും നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഫൈബർ നമ്മുടെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ, ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ അതവിടെ ഒരു വല പോലെ ആക്ട് ചെയ്യുകയും പിന്നീട് വരുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ആ റിലീസിനെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്നതിനെ കുറയ്ക്കുകയും ചെയ്യും.
പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മുടെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് എത്തുന്നതിനെ അത് തടയും. ആദ്യം തന്നെ നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുക, അതിനുശേഷം പിന്നെ പ്രോട്ടീൻ എന്തെങ്കിലും അടങ്ങിയിട്ടുള്ള കാര്യം കഴിക്കുക. അതിപ്പോൾ പയറുവർഗ്ഗങ്ങളാണെന്നൊക്കെയാൽ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് മുട്ട അല്ലെങ്കിൽ ഫിഷ് പോലത്തെ കാര്യങ്ങൾ കഴിക്കാം. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത് കഴിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓർഡറിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ആ ഗ്ലൂക്കോസ് സ്പൈക്കിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അടുത്ത ഒരു ഹാക്കാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ മൂവ്മെൻറ്റ് ഉണ്ടാവുക, നമ്മൾ കുറച്ച് നേരം നടക്കുക എന്നുള്ളത്. ഇപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലും നമ്മളൊരു 10 മിനിറ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും 10 മിനിറ്റ് നമ്മൾ നടക്കുകയാണെങ്കിൽ, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് സ്പൈക്കിനെ കുറയ്ക്കും. ഇപ്പം നമ്മുടെ കൾച്ചറിൽ തന്നെ ഉണ്ടല്ലോ ഒരു പഴഞ്ചൊല്ല്, അതായത് അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം എന്നുള്ളത്. അപ്പോൾ അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇത് ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉടൻ തന്നെ ഇരിക്കുകയോ കിടക്കുകയും ചെയ്യാതെ ഒരു 10 മിനിറ്റ് നമ്മൾ നടക്കുക, അതും നമ്മുടെ ഗ്ലൂക്കോസ് സ്പൈക്കിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്നുള്ള ഗ്ലൂക്കോസ് സ്പൈക്ക് കുറയ്ക്കുന്നതിന്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മധുരം ഒഴിവാക്കുക, സേവറി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. രണ്ടാമത് നമുക്ക് ആപ്പിൾ സൈഡർ വിനിഗർ ഉപയോഗിക്കുക. ഹൈ കാർബായിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ആപ്പിൾ സൈഡർ വിനിഗർ ഉപയോഗിക്കുക. അതിനുശേഷം മൂന്നാമത് ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റ് ഓർഡറിൽ കഴിക്കുക. ഏറ്റവും ആദ്യം തന്നെ വെജിറ്റബിൾസ് കഴിക്കുക, പിന്നീട് പ്രോട്ടീൻ, അതിനുശേഷം കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെയുള്ള അളവിൽ കഴിക്കുക. പിന്നെ നാലാമത് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ ഉടനെ ഒരു 10 മിനിറ്റ് നടക്കുക എന്നുള്ളത്. ഇത് 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി എനിക്ക് ഐഡിയ കിട്ടിയത് ഒരു ഗ്ലൂക്കോസ് റെവല്യൂഷൻ എന്നുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഇതെഴുതിയത് ജെസ്സി എൻഷോസ്പേ എന്നുള്ള ഒരു ഫ്രഞ്ച് ഓത്തറാണ്. ഇവർ വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഹാക്കായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളതിനെപ്പറ്റി. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.